and refreshing. Send them my Savior alone. ലോക വയോദിന നമ്മുടെ മുതിർന്നവരെ കൂടുതൽ സംരക്ഷിക്കുവാനും കരുതുവാനും ഈ ദിവസം ഒരു ഉത്തേജനമായി തീരട്ടെ, പ്രേരണയായി തീരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വേദി ഒരുക്കിയ ഇവിടുത്തെ എല്ലാ ചുമതലക്കാർ അച്ഛന്മാരോടും സിസ്റ്റേഴ്സിനോടും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. വളഞ്ഞവട്ടം സെൻറ് മേരീസ് ഇടവകയിലെ പ്രിയപ്പെട്ട വികാരി അച്ഛന്, ഞങ്ങളുടെ പ്രിയപ്പെട്ട കുര്യന്താനിൽ അച്ഛന്, യൂത്ത് ലീഗിൻ്റെ എൻ്റെ ഇളയ എല്ലാ സഹോദരങ്ങൾക്കും പ്രത്യേകം നന്ദി അറിയിക്കുന്നു. നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയോടും സഹകരണത്തോടും കൂടി ഈ സമ്മേളനവും നമ്മുടെ മുതിർന്നവരെ കൂടുതൽ സ്നേഹിക്കുവാനും ആദരിക്കുവാനുമുള്ള ഒരു പ്രേരണയായി തീരുവാൻ തക്കവണ്ണം ഇത് ഉദ്ഘാടനം ചെയ്യുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഈ സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ഞങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛൻ ഇടവക വികാരി പ്രിയപ്പെട്ട ഡോക്ടർ അച്ഛൻ, എൻ്റെ ശിഷ്യനെന്ന് വേണമെങ്കിൽ പറയാം. പഠിപ്പിച്ചിട്ടില്ലെങ്കിലും കോളേജിൽ 10ാമത്തെ പഠിച്ചു. ആ സമയത്ത് പ്രിയപ്പെട്ട ഇലഞ്ഞുമുട്ടില്, അതുപോലെ തന്നെ ഞങ്ങളുടെ ഇടവകയിലെ പ്രിയപ്പെട്ട അപ്പച്ചൻ അല്ലെങ്കിൽ മുതിർന്ന ആത്മാവ് എന്ന നിലയിൽ സന്ധിച്ചാലും, അതുപോലെ ഞങ്ങളുടെ വികാരി വിശ്വന്റെ കീഴിലുള്ള ഗവൺമെന്റിലെ പ്രിയപ്പെട്ട സേവാസിസ്റ്റർ, ഇവിടെ ചുമതലയുള്ള പ്രിയപ്പെട്ട അച്ഛന്മാര്, ഇവിടെയുള്ള സിസ്റ്റേഴ്സ്, ഇവിടുത്തെ അന്തേവാസികള്, അതുപോലെ തന്നെ വളഞ്ഞവട്ടം എൻ്റെ മാതൃകയുടെ ഇടവകയിൽ നിന്ന് എൻ്റെ ജ്യേഷ്ഠാഞ്ജന്മാർ, സഹോദരങ്ങള്, കുഞ്ഞുങ്ങള്, അതുപോലെ യൂത്ത് പ്രിയപ്പെട്ട ഇളയ സഹോദരന്മാര്, എല്ലാവർക്കും ദൈവനാമത്തിൽ സ്നേഹം അറിയിക്കുന്നു. ഇപ്പൊ തന്നെ സമയം 1:15 പശ്ചിമോക്കെ അടിക്കാനായിട്ട് വിശ്വസിച്ചിരിക്കുന്നു. ഞാൻ ദീർഘമായ ഒരു പ്രശ്നത്തിന് സാധ്യതയില്ല എന്ന് എനിക്ക് നല്ലപോലെ അറിയാം. എങ്കിലും ഇങ്ങനെയുള്ള പരിപാടി സംഘടിപ്പിക്കുവാനുള്ള നേതൃത്വം കൊടുക്കുക ഇടവകോടും അതുപോലെ നമ്മുടെ യൂത്തിലെ പ്രിയപ്പെട്ട കുഞ്ഞുങ്ങൾ, അവരോടൊത്ത നന്ദി പറഞ്ഞാലും ശരിയാകുന്നില്ല. അവരെ എല്ലാ തരത്തിലും കഷ്ടപ്പെട്ട് ഈ രീതിയിൽ ക്രമീകരണം ചെയ്തു. അവരോട് ആദ്യമേ എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി, സ്നേഹം അറിയിക്കും. ഇത്രയും വീടുകളൊന്നും ഞാൻ ചിന്തിച്ചില്ലായിരുന്നു. മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ. നാളെ വിലായിലേക്ക് പോവുകയാണ്. വിലായില് ജൂലൈ 10 നമ്മുടെ ഭദ്രാസന അടിസ്ഥാനത്തിൽ ചില ചാരിറ്റി 10 ലക്ഷം രൂപയുടെ കുറച്ച് ചാരിറ്റി ആക്ടിവിറ്റീസ് ഉണ്ട്. വീട് വെച്ച് കൊടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് സഹായങ്ങൾ, ചാരിറ്റി പ്രവർത്തനങ്ങൾ ഭദ്രാസനത്തിൻ്റെ വകയായിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു ഭദ്രാസനത്തിൻ്റെയും മിഷന്റെയും ചരിത്രം പങ്കുവയ്ക്കും കൊടുക്കുന്ന ഒരു ആർക്കൈവ്സ് ഇതിന്റെ സ്മാരകമായ ഭദ്രാസനാസ്ഥാനത്ത് ഉണ്ടാക്കുന്നുണ്ട്. ഭദ്രാസനത്തിന്റെയും മിഷന്റെയും വിവിധ ചരിത്രമെല്ലാം അതിന്റെ ഓർഗനൈസർ സൂക്ഷിക്കുന്ന ആർക്കൈവ്സ് ഇതിന്റെ ഓർഗനൈസ് ചെയ്യുന്നുണ്ട്. ചേർത്തുള്ള പരിപാടികൾ ഇതിൽ പൊതുവീച്ചുന്നുണ്ട്. അപ്പോൾ അതെല്ലാം ജൂലൈ 10 അത് അവിടെയുള്ള വാക്കുകൾ ഇടവകാരെല്ലാം ചെയ്തു. അതുകൊണ്ട് അതിനെ ഞാൻ നാളെ തന്നെ പൂർത്തീകരിച്ചു. അപ്പോൾ ഇത്രയും വലിയ വിപുലമായ ഒരു കാര്യങ്ങൾ ഞാൻ പ്രതീക്ഷിച്ചില്ല. പ്രതീക്ഷയ്ക്ക് അതീതമായി ഇത്രമാത്രം ഭംഗിയായി ഇത് ഒക്കെ ആക്കി തീർത്തവരോടും പ്രത്യേകിച്ച് ദൈവത്തിൻ്റെ കാരുണ്യത്തിന് നന്ദി അറിയിക്കുന്നു.
വിലായ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ ഒരുപാട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. മലയാളത്തിൽ പഠിച്ചവരുടെ ബോംബെയുടെ പിന്നിൽ ബോംബെയുടെ മുന്നിൽ നടക്കരുത്, അപകടമാണെന്ന് പറയാറുണ്ട്. ബോംബെയുടെ പിന്നിൽ ബോംബെയുടെ മുന്നിൽ പോകരുത്, അപകടം. ബോംബെ എന്ന് പറഞ്ഞാൽ ആനയുടെ മുന്നിൽ നടക്കുന്നത് അപകടമാണ്. ഏത് സമയവും ആന വൃത്തിയേക്കാണ്. അതുപോലെ ബോംബെയുടെ പിന്നിൽ പോകുന്നതും അപകടമാണ്. വേദാന്തം പറഞ്ഞ വാസ്തവമാണ്. ദേവദോസിന് വലിയ ബോംബെയായിരുന്നു. അദ്ദേഹത്തിന്റെ പിന്നിൽ എഴുതാന്ന് പറഞ്ഞാൽ അപകടമാണ്. വലിയ പരിമിതമില്ലാതെ ഏതായാലും 8 വർഷം 8 വർഷമായി ഒക്കെ പോകുന്നു. അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങളെ കൂടുതൽ ശ്രദ്ധ ചെയ്യുവാനും കൂടുതൽ കണ്ടു ചെയ്യുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരുപാട് 5-6 പള്ളികൾ ആൻഡ്രൈന് ശേഷം പുതുതായിട്ട് 5-6 പള്ളികളുണ്ടാക്കി, കോൺഗ്രിഗേഷൻസ് ഉണ്ടാക്കി. അരുണാചൽ പ്രദേശിൽ പള്ളികളില്ലായിരുന്നു. അരുണാചൽ പ്രദേശിൽ ആദ്യ ഓർത്തോസാൻ പോകുന്നത് ഞാൻ അവിടെ പോയി. നമ്മുടെ ആളുകളും പരീക്ഷാലും ഞാനൊക്കെ എല്ലാവരും ചേർന്ന് ഒരു പുതിയ പള്ളി ഇപ്പോഴും മദ്രാസിന് ആസ്ഥാനത്തുമാണ് അതിൻ്റെ ഫിനാൻസ് എല്ലാം കൊടുക്കുന്നത്. അരുണാചൽ പ്രദേശിൽ പുതിയ പള്ളി ദേവസ്വത്തിലേക്ക് ആഗ്രഹമുണ്ടാകുന്ന പോകണം, പക്ഷേ ഇതിലേക്ക് അത് പറ്റിയില്ല. അരുണാചൽ പ്രദേശിൽ പുതിയ പള്ളി തുടങ്ങാൻ സാധിച്ചു. വിഷയഘടകങ്ങളിൽ ഒരുപാട് പല കാര്യങ്ങളും പുതുതായിട്ട് ചെയ്യാൻ സാധിച്ചിട്ടുണ്ട്. ഏറ്റവും പ്രധാനമായിട്ട് അവരുടെ ലോക്കൽ 10-40 ഫാമിലീസിനെ നമ്മുടെ സഭയിലേക്ക് ചേർത്ത് സെയിന്റ് തോമസ് ഇന്ത്യൻ സിന്ധി കോൺഗ്രിഗേഷൻ എന്ന രീതിയിൽ ഒരു സംവിധാനം ചെയ്യുന്നത് വലിയ ഒരു കാര്യമാണ്. ചെയ്തതുപോലെ പക്ഷേ എനിക്ക് പബ്ലിസിറ്റി ഒന്നും കൊടുക്കാൻ പറ്റത്തില്ല. കാരണം അതിൻ്റെ രാഷ്ട്രീയ മതപരമായ വിവേചനത്തിന്റെ പശ്ചാത്തലത്തിൽ വലിയ പബ്ലിസിറ്റി കൊടുക്കാൻ പറ്റത്തില്ല. അവിടെ കോണാൻ പ്രോട്ടോകോളായിട്ടുള്ള ഹിന്ദി അതുപോലെ കൈകാര്യം ചെയ്യാൻ അച്ഛൻ അതിൻ്റെ ചുമതലയെ കൊടുത്തിട്ടുണ്ട്. ഹിന്ദി കുർബാനയും ഒക്കെ ചൊല്ലി ഒക്കെ ചെയ്ത് പുതിയ സംവിധാനം അവിടെ ദിവസത്തിന്റെ കാലത്ത് നടക്കാൻ അദ്ദേഹത്തിന് ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ പരിമിതിയോട് നടക്കാതെ വെച്ചിപ്പോയി. ഇങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. ഞാനെല്ലാം ഇവിടെ വിവരിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നില്ല. അതുകൊണ്ട് ദേവദോസിന്റെ പ്രാർത്ഥനകൾ അദ്ദേഹത്തിന്റെ എളിയൊരുണ്ടാകുന്ന രീതിയിൽ അദ്ദേഹത്തിന്റെ പിന്നണിയായിട്ട് ഒരുപാട് കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് സാധിച്ചു. അതുപോലെ ഫേമാസിസ്റ്ററിന് അറിയാം, നമ്മുടെ ഗവൺമെന്റ് 4-5 സിസ്റ്റേഴ്സ് ഉണ്ടെങ്കിലും സ്ഥിരം ഗവൺമെന്റ് ഇല്ലായിരുന്നു. ഇപ്പോ കുവൈറ്റിലെ ധനസഹായമുണ്ട്, ഒരു പെർമനന്റ് ഗവൺമെന്റ് പാടി 38 ലക്ഷം രൂപയ്ക്ക് ഒരു പെർമനന്റ് ഗവൺമെന്റ് ഉള്ളത്. ഞാൻ തന്നെ ഉദാശ ചെയ്ത് സിസ്റ്റേഴ്സിനെ അധിവസിപ്പിച്ചു. നേരത്തെ സിസ്റ്റേഴ്സ് അവരുടെ താമസിക്കുകയാണ്. അപ്പോൾ പുതിയ ഗവൺമെന്റ് ആരംഭിച്ചില്ല. നേരത്തെ ഉണ്ടായിരുന്നത് അവരുടെ ആസ്ഥാനം ഉണ്ടാക്കുവാൻ സാധിച്ചു. ഈ സമ്മേളനത്തിൽ ഞങ്ങളുടെ മദ്രാസിന്റെയും സെന്റ് തോമസ് മിഷൻ വിലായുടെയും പ്രതിനിധിയായിട്ട് സിസ്റ്റർ ഇതിൽ സംബന്ധിക്കുന്നു. സിസ്റ്ററുടെ ഗവൺമെന്റിലെ മെമ്പറാണ്. നമ്മുടെ പരമ്പര കാർഡിയാക് യൂണിറ്റിന്റെ അതിന്റെ കോർഡിനേറ്ററായിട്ട് സിസ്റ്റർ വർക്ക് ചെയ്യുന്നുണ്ട്. വിലായിലെ ഗവൺമെന്റിലെ അംഗമാണെങ്കിലും സിസ്റ്ററുടെ സേവനം ഇവിടെയാണ്. വിശുദ്ധ നിർദ്ദേശമനുസരിച്ച് സിസ്റ്ററിന്റെ സേവനം ഇവിടെ കാർഡിയാക് യൂണിറ്റിലാണ്. എങ്കിലും സിസ്റ്റർ അവിടുത്തെ സിസ്റ്ററാണ്. അവരുടെ സിസ്റ്ററുടെ സാന്നിധ്യവും ഒരുപക്ഷെ വിലായ മിഷന്റെ ഒരു പ്രതിനിധിയായിട്ട് സിസ്റ്ററിനുള്ളത് എനിക്ക് സന്തോഷമുണ്ട്. മിഷൻ പ്രവർത്തനങ്ങളെ കുറിച്ച് ഞാൻ പുതുതായിട്ട് പറയുവാൻ ആഗ്രഹിക്കുന്നില്ല. യേശുവിനെ എല്ലാവരെയും സ്നേഹിച്ചു, എല്ലാവരെയും ആഗ്രഹിച്ചു. Jesus cared, loved everybody in the society. എല്ലാവരെയും സ്നേഹിച്ചു. പക്ഷേ യേശുവിനെ 3 ഗ്രൂപ്പിന് പ്രത്യേക ആശ്രയിച്ചു. ആരൊക്കെയാണെന്ന് നമുക്കറിയാവുന്നു. Jesus gave special emphasis and importance to 3 groups of people. സുവിശേഷങ്ങൾ പലതും എല്ലാവരെയും സ്നേഹിക്കുകയും എല്ലാവരെയും കരുതുന്ന യേശു സ്പെഷ്യലായിട്ട് 3 കൂട്ടരെ കൂടുതൽ കരുതി. The
children, women and the downtrodden. The children, women and the downtrodden. കുഞ്ഞുങ്ങളെ, സ്ത്രീകളെ, സമൂഹം അവഗണിച്ചവരെ, സമൂഹത്തിന്റെ അടിത്തട്ടിലുള്ളവരെ, downtrodden, അവരെ കൂടുതൽ കരുതുകയും സ്നേഹിക്കുകയും ചെയ്യും. ഇതാ മിഷൻ എന്ന് പറയുന്നത്. നമ്മുടെ മിഷനെ കുറിച്ച് ക്ലാസ്സിലാണെന്ന് പോകുന്നില്ല. പാശ്ചാത്യ മിഷനും പൗരസ്ത്യ മിഷനും തമ്മിൽ വ്യത്യാസമാണ്. പാശ്ചാത്യ മിഷൻ എന്ന് പറയുന്നത് അവരുടെ ധാരാളിത്വത്തിൽ നിന്ന് മിച്ചം വരുന്ന കാശ് ഒരു ചാരിറ്റി ചെയ്യുക, അതാണ് അവരുടെ ദർശനം. ഗിവിംഗ് ചാരിറ്റി ഔട്ട് ഓഫ് ദെയർ ഫ്ലറിഷ്ഡ് ഇക്കണോമി, വളരെ വികസിതമായ അവരുടെ സാമ്പത്തികത്തിൽ അധികം വരുന്ന കാശ് പാവപ്പെട്ടവർക്ക് കൊടുക്കുക. So a charity oriented mission is a concept of business. അതിനകത്ത് ഡോമിനിയൻ കൺസെപ്റ്റ് ആണ്. പാവപ്പെട്ടവർക്ക് സഹായം ചെയ്യുമ്പോൾ പാവപ്പെട്ടവരെന്തും അടിമയായിട്ടുണ്ട്. So there is a Dominion concept is there as far as the Presbyterian mission is concerned. നമ്മുടെ പൗരസ്ത്യ മിഷൻ ആണ്. പൗരസ്ത്യ വിഭാഗക്കാർ കാണിച്ചിട്ടുള്ള മിഷൻ a solidarity based mission. Solidarity mission എന്ന് പറഞ്ഞാൽ solidarity വാക്കിനർത്ഥം ഐക്യദാർഢ്യം എന്നാണ്. പാവപ്പെട്ടവരോട് ഏകീഭവിച്ച് അവരിൽ ഒരുവനായി അവനെ തന്നെ പോലെ കരുതിക്കൊണ്ട് സ്നേഹിക്കുന്ന ഒരു മിഷൻ. So that is the Eastern vision on mission. But the Western is different. മിഷനെ കുറിച്ച് ഞാനിപ്പം സോപാനമൊക്കെ വലിയ പുസ്തകമുണ്ട്. ഫാർമേഴ്സിന്റെ കമ്പനി അവിടെ വലിയൊരു അധ്യാപനം എഴുതിയിട്ടുണ്ട് മിഷൻ. ഇംഗ്ലീഷിലാണ് വലിയൊരു മിഷൻ. ഞാൻ ഇവിടെ ഒരു മിഷൻ സെന്റർ ആയതുകൊണ്ടാണ് മിഷൻ എംഫസിസ് കൊടുത്തത്. മലങ്കര സഭയിൽ മിഷന്റെ ചരിത്രം പഠിക്കുമ്പോൾ ഒരുപാട് മിഷൻ ചരിത്രമുണ്ട്. പിൽകോട് തിരുമേനി മുതൽ ആധുനിക മിഷന്റെ ചരിത്രം പിൽകോട് തിരുമേനി, പിൽകോട് തിരുമേനി കഴിഞ്ഞിട്ടാണ് തരുവ തിരുമേനി കഴിയുമ്പോൾ വരുമ്പോൾ നമ്മുടെ കേരളത്തിൽ പുറത്തുള്ള ആദ്യത്തെ മെത്രാപ്പൊലീത്തയാണ് എനിക്കറിയാം. നമ്മുടെ ഗോവ കേന്ദ്രമാക്കി പ്രവർത്തിച്ച ആദ്യത്തെ അൽവാലിസ്മാർ അതിനുശേഷമാണ് ഞങ്ങളുടെ പത്രാമത്തെ എഡ്യൂക്കേഷൻ മിഷൻ ഒക്കെ ഒരുപാട് മേഖലയുണ്ട്. കുറച്ചൊക്കെ മിഷൻ ചെയ്യുന്നതാണ്. അദ്ദേഹത്തിന്റെ മിഷനാണ് മധുരൈ മിഷൻ എന്നറിയപ്പെടുന്നത്. ഇങ്ങനെ മിഷന്റെ ചരിത്രം മലങ്കര സഭയിലുണ്ടെങ്കിലും ആധുനിക മലങ്കര സഭയുടെ ചരിത്രത്തിൽ രണ്ട് താരങ്ങളായിരുന്നു മിഷന്റെ ഏറ്റവും കാലതീയ അഭിമതനായ കേരളത്തിനകത്തും കേരളത്തിന് പുറത്ത് പുണ്യശ്ലോകനായ അപ്പോൾ ഭൂതയുടെ മിഷൻ കുറച്ചുകൂടെ ത്വരിതപ്പെടുത്തി കുറച്ചുകൂടെ അത് ഉന്നതമായ രീതിയിൽ കൊണ്ടുപോയ രണ്ട് താരങ്ങളാണ്. സ്വാതന്ത്ര്യത്തിന്റെ പ്രവർത്തനം കേരളത്തിന് പുറത്തുണ്ടായിരുന്നെങ്കിലും കൂടുതൽ പ്രവർത്തനങ്ങൾ കേരളത്തിലാണ്. കേരളത്തിന് പുറത്ത് അപ്പൊ അതാണ് ആധുനിക മലങ്കര സഭയുടെ വിശുദ്ധത്തിൽ രണ്ട് തെളിഞ്ഞ താരങ്ങൾ. സ്വാതന്ത്ര്യത്തിനെയും ഒരുപാട് കാര്യങ്ങൾ ചെയ്തില്ല, അതെല്ലാം പറയേണ്ട കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. തിരുമേനിയാൽ സ്ഥാപിക്കപ്പെട്ട തിരുമേനിയുടെ സ്മരണാർത്ഥമുള്ള ഒരു സ്ഥാപനമാണ്. അതായത് ഒരു പുണ്യവതി ഭാഷ കേന്ദ്രം, അതുപോലെ കാസർഗോഡ് പ്രത്യാശയില്ലാത്തവർക്ക് പാലിയേറ്റീവ് കെയർ ഇങ്ങനെ കൊടുക്കുന്ന ഒരു നല്ല ഒരു കേന്ദ്രമാണിത്. തിരുമേനിയുടെ ആ ഒരു മനസ്സ് ഇവിടെ തന്നെ തെളിയുന്നുണ്ട്. അതുപോലെ പ്രവർത്തനങ്ങളെല്ലാം ഞാൻ വിവരിക്കാൻ സമയം എടുക്കുന്നില്ല. അതുകൊണ്ട് എൻ്റെ ഈ ശതാബ്ദി അനുബന്ധിച്ച് ഈ സ്ഥാപനത്തിൽ വരുവാനും ഇവരോടൊപ്പമായിരിക്കാൻ ദിവസമായിരിക്കാൻ സാധിച്ചത് വലിയ പുണ്യമായി എൻ്റെ കോൺഫിഡൻസ്. കാരണം ഞാൻ വിഷയപരത്തിൽ പ്രവർത്തിക്കുന്ന ഒരു വ്യക്തി ആയിട്ട് ഈയിടെ എല്ലാ മിഷൻ പ്രവർത്തനങ്ങളെയും പരിസ്ഥിതി പ്രവർത്തനങ്ങളെയും ആദരിച്ചുകൊണ്ട് ഈ
ലൂതറൻ കംബോഡിയ ഓപ്പൺ തിയോളജിക്കൽ യൂണിവേഴ്സിറ്റിയിൽ ഡോക്ടറേറ്റ് തന്നിട്ടുണ്ട്. 1 മാസം കൊണ്ട് ഡോക്ടർ ഓഫ് ഡിഗ്രി പറഞ്ഞ ഒരു ഓണററി ഡോക്ടറേറ്റ്. അത് ഞാനവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കാരണം വലിയ പറയാനുള്ളതൊന്നും തന്നെ കഷ്ടപ്പെടാൻ പറ്റിയതായതുകൊണ്ട് ഞാൻ അവരോട് പറഞ്ഞു. അപ്പോൾ മിഷൻ രംഗങ്ങളിലുള്ള ഈ ഒരു പ്രവർത്തനം ഒക്കെ അതിൻ്റെ ചെറുതായിട്ട് പ്രവർത്തിക്കുന്ന എനിക്ക് ഈ മിഷനുമായി ബന്ധപ്പെട്ട ഒരു സ്ഥാപനത്തിൽ വെച്ച് ഈ പ്രവർത്തനം ചെയ്യുവാൻ സാധിച്ചതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഞാൻ ഒരു വാക്യം എടുത്ത് പ്രസംഗിക്കുവാൻ ആഗ്രഹിക്കുന്നില്ല. എല്ലാ ഭാവുകങ്ങളും ഉണ്ടാവട്ടെ. പ്രത്യേകിച്ച് ഒരുപാട് നന്ദി ഉണ്ട്. കാരണം ഇത്രയും പേരുടെ കൂടി നിങ്ങളുടെ വലിയ സമയമൊക്കെ കാണുന്ന ഇത്രയും പേരുടെ കൂടി അന്യമാവട്ടെ. യുവാക്കന്മാരായ എൻ്റെ ഇടവകയിലെ കുഞ്ഞുങ്ങൾ അവർ കഷ്ടപ്പെട്ട് സാമ്പത്തികവും അല്ലാത്തതുമായ എല്ലാ വ്യയം ചെയ്ത് ഇത്രയും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്യുന്നതിനായിട്ട് ഒരുപാട് നന്ദി ഉണ്ട്. അതുപോലെ ലോയാദത്തിൽ അവിടെ നമ്മളില്ലാത്ത ആളാണ്. ലോയൊക്കെയുള്ള വന്ന എല്ലാവരും വന്നു. നിങ്ങളെല്ലാവരോടും ഉള്ള സ്നേഹം പ്രത്യേകമായിട്ട് അറിയിക്കുന്നു. ഞാൻ ഭദ്രാസന മിഷൻ അവിടെ ഭദ്രാസനാസ്ഥാനത്തിൽ പരിപാടികൾ സംഘടിപ്പിച്ചപ്പോൾ ഞാൻ പറഞ്ഞു എൻ്റെ മോഹനം ആഘോഷിക്കുവാനുള്ള വാലന്റൈൻ സെലിബ്രേഷനായിട്ട് ഒരിക്കലും ക്ഷേത്രത്തിൽ കൊണ്ടുവരുന്നത്. അത് കാണുകയാണ്. കാരണം നമുക്ക് പ്രതീക്ഷിക്കാം എൻ്റെ വാലന്റൈൻ കാണിക്കാൻ വേണ്ടി മീറ്റിംഗ് ആണെങ്കിൽ ഉറപ്പാണ് പാവകൾ ഉണ്ടാകുമെന്നുള്ള സംഭവത്തിലുള്ള പരിപാടി പോയത്. എനിക്ക് രാമമാഞ്ചിതാന്ന് പറഞ്ഞാൽ വേണ്ടാന്ന് പറഞ്ഞു, പരിപാടിയും വേണ്ടാന്ന് പറഞ്ഞു. അപ്പോൾ അതിൻ്റെ വാരിധ്യമായിട്ടുള്ള പോകരുത്. ഈ ചാരിറ്റി ഓറിയന്റഡായിട്ട് നന്മ പ്രവർത്തിക്കാനുള്ള ഒരു അവസരമായിട്ട് ഇതിനെ മാറ്റണമെന്നാണ് ഞാൻ പ്രജാസനക്കാരോട് പറഞ്ഞത്. അതുകൊണ്ടാണ് അതൊരു പുതിയ വീടില്ലാത്തവരില്ല, പുതിയ വീട് ഫ്ലാറ്റ് തന്നെ വാങ്ങിച്ചു കൊടുത്ത് വീട് സഹായമുണ്ട്, റോഡുകളുണ്ട്, എഡ്യൂക്കേഷൻ അങ്ങനെ പല വിധത്തിലും ഉള്ളതുണ്ട്. അതുകൊണ്ട് അങ്ങനെയുള്ള ഒരു തരത്തില് എന്നെ പ്രൊമോഷൻ ആഘോഷിക്കുവാനുള്ള ഒരു അവസരം എന്നതിനേക്കാൾ ഉപരിയാണ് ഈ ഒരു മുഖാന്തരത്തിലൂടെ നന്മ ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് ഞാൻ ചിന്തിക്കുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ഒരിക്കൽ കൂടെ എല്ലാവരും നന്ദി, സ്നേഹം. തീർച്ചയായിട്ടും ഈ ഞാൻ പ്രാർത്ഥിക്കുന്നതും കുർബാനകളിലും ഒക്കെ നമ്മുടെ ഇടവകയും നമ്മുടെ എല്ലാവരെയും മനസ്സിലോട്ട് ഈ കുർബാനകളിലൂടെ എല്ലാവരെയും മനസ്സിൽ ആവാഹിച്ചുകൊണ്ടാണ്, ഈ പ്രപഞ്ചത്തെ മുഴുവൻ മനസ്സിൽ ആവാഹിച്ചുകൊണ്ടാണല്ലോ ദിവ്യതയും. അപ്പം ഓരോരുത്തരെയും പേരെടുത്ത് പറഞ്ഞില്ലെങ്കിലും പൊതുവായിട്ട് എല്ലാവരുടെയും മനസ്സിൽ ഉൾക്കൊണ്ടുകൊണ്ട് പ്രാർത്ഥിക്കുവാനും എല്ലാവരെയും അറിയിക്കാനും സാധിക്കും. നിങ്ങളുടെ ഈ പ്രാർത്ഥനയിൽ ഓർക്കുക. ഒരുപാട് നന്ദി. ദൈവമാനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും ഒരിക്കലുള്ള സ്നേഹം അറിയിച്ചുകൊണ്ട് വാക്കുകൾ നിർത്തുന്നു. നന്ദി. ദൈവം Happy birthday to you. Happy birthday to you. Happy birthday to you. Happy birthday to you. അഭിനയ ദിവനാശ്വസിലേക്ക് എല്ലാ അനുഗ്രഹങ്ങളും വേദങ്ങളിൽ നിന്ന് സർവശക്തനായ ദൈവം തുടർന്ന് നൽകട്ടെ. സഭയെ അനുഗ്രഹമായി നയിക്കുവാനും ദീർഘമായ വർഷങ്ങൾ ഇനിയും അദ്ദേഹത്തിന് നൽകട്ടെ എന്ന് മാത്രം പ്രാർത്ഥിച്ചുകൊണ്ട് ഒരു വലിയ സഹോദരൻ, ഒരു ആത്മീയ മകൻ, അല്ലെങ്കിൽ ഒരു സുഹൃത്ത് എന്നുള്ള നിലയിലെല്ലാം അദ്ദേഹത്തിന് എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും നേർന്നുകൊണ്ട് നിർത്തുന്നു. ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ പരിപാടിയിൽ സമന്വയിക്കുമ്പോൾ ഭക്തിദാനങ്ങളുടെ ഭാഗങ്ങൾ സമർപ്പിച്ചു കൊടുക്കുന്നു. ദൈവത്തിന്റെ അദ്ദേഹത്തിന് ആരോഗ്യ സൗഖ്യം ദീർഘായുസ്സും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. വളരെ കർമ്മോത്സവനായി വലിയ ധ്യാനങ്ങളുമായി വിജ്ഞാനിയായി മലങ്കര സഭയാത്രയുടെ അവരെ സ്വർഗീയ പ്രമുഖത്തേക്ക് എത്തിക്കുവാനാണ് ചുക്കാൻ പിടിച്ചുകൊണ്ടിരിക്കുന്ന അഭിവൃദ്ധി തിരുമേനിക്ക് എല്ലാ വിധത്തിലുള്ള ആശംസകളും ഈ അഭിനന്ദ അവസ്ഥാപനയുടെ മിഷൻ പ്രസ്ഥാനത്തിന്റെ നാമത്തിൽ അറിയിക്കുന്നു.
ദേവത്തിന്റെ എല്ലാ ആരോഗ്യ സൗഖ്യങ്ങൾ നേരുകയും ചെയ്യുന്നു. ദൈവത്തിന് നന്ദി. ഈ സ്ഥാപനത്തിന് നിലനിൽക്കുന്നതിനുള്ള സന്തോഷം രേഖപ്പെടുത്തിക്കൊണ്ട് ഒരിക്കൽ കൂടി എല്ലാ അനുഗ്രഹങ്ങളും തിരുമേനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തട്ടെ. നന്ദി, നമസ്കാരം. യുവജനങ്ങൾക്ക് ഒരു കോംപ്ലിമെന്റ് ആയിട്ടൊന്നും കൊടുക്കാനില്ല, ഒരു കുരിശും കീച്ചയിനും കൊടുക്കാം എല്ലാവർക്കും യുവജനങ്ങൾക്ക്.